Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈമിലെ അടിസ്ഥാന പാഠാവലിയുടെ മാതൃകാ ചോദ്യപേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആകെ സ്കോർ 40 മാർക്കാണ്. നിങ്ങൾക്ക് 40 മാർക്കിനാണ് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ ഇതിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോ, അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന മറ്റ് ചാനലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ആ ചാനൽസും കൂടെ സപ്പോർട്ട് ചെയ്യുക. അത്രത്തോളം എഫോർട്ട് ഇട്ടിട്ടാണ് ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും മറ്റ് ചാനൽസും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കോർ 1 1 മാർക്കാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഖൽബിലെ നിലാവ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള 2 വരികളാണിത്. കവി ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: വണ്ടുകളെ, നിലാവിനെ, നായികയെ, പഞ്ചവർണ്ണക്കിളി. നമുക്ക് നിസ്സംശയം പറയാം ആരെക്കുറിച്ചാണ്? നായികയെക്കുറിച്ചാണ്. നായികയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നായികയെക്കുറിച്ചാണ് ഇതിൽ കവി പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, കിളികൾ ശരശയ്യ ഒരുക്കുന്നു. ശരശയ്യ എന്ന പദം അടിവരയിട്ടിട്ടുണ്ട്. ഇവിടെ ശരശയ്യ ശരവും ശയ്യയും, ശരശയ്യ ശരം എന്ന ശയ്യ, ശരശയ്യ ശരം കൊണ്ടുള്ള ശയ്യ. അടിവരയിട്ട പദം വിഗ്രഹിച്ച് എഴുതിയതിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 ശരി, 1 2 ശരി, 1 2 3 ശരി, 3 മാത്രം ശരി. അപ്പോൾ നമുക്കറിയാം ശരശയ്യ എന്ന വാക്ക്, ആ ഒരു പദം വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ശരം കൊണ്ടുള്ള ശയ്യയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരശയ്യ ശരം കൊണ്ടുള്ള ശയ്യ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ് ശരി? 3 മാത്രം ശരി. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി നോക്കാം മൂന്നാമത്തെ ചോദ്യം, അടുപ്പത്തെ പണി ഒരു കടലാഫിസെ ചിത്രകാരി എന്ന കഥയിലെ ഒരു ഉമ്മ പറയുന്ന ഒരു വാക്കാണ്, ഫിസിയോട് പറയുന്ന ഒരു വാക്കാണിത്. ഈ വാക്യത്തിലെ ആശയത്തിന് യോജിച്ച പ്രസ്താവന ഏത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ്, അടുക്കള ജോലി ആസ്വാദ്യകരമാണ്, അടുക്കള ജോലി വളരെ നിസാരമാണ്, അടുക്കള ജോലി കഠിനമാണ്. അപ്പോൾ ഇത് 4മാണ് ഓപ്ഷൻസ്. അപ്പോൾ കടലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആസ്വാദ്യകരമാണോ? അല്ല. നിസാരമാണോ? അല്ല. നിസാരത്തോടാണ് അത് സൂചിപ്പിക്കുന്നത്? അല്ല. കഠിനം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അടുക്കള ജോലി ഒരു കടലാണെന്ന് പറയുമ്പോൾ കടലിനെ നമ്മൾ സാധാരണ എന്താണ്, ഒരിക്കലും അനന്തതയുടെയൊക്കെ ഒരു പര്യായമായിട്ടാണ് നമ്മൾ കടലിനെ കാണുക. അപ്പോൾ അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന ഓപ്ഷനാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി 4ാമത്തെ ചോദ്യം, ഉടമ എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ. ഇവിടെ കാര്യം സ്വയം ചിറകരിഞ്ഞ് സ്വതന്ത്രനായി. അതിൻ്റെ കാരണം സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ. ശ്രദ്ധിക്കുക, എനിക്ക് ചിറകില്ലല്ലോ എന്ന് ഉടമ പറയുകയാണ്, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ. അപ്പോൾ കാര്യം അവിടെ സ്വയം ചിറക് അരിഞ്ഞ് സ്വതന്ത്രനായതാണ്. അതിൻ്റെ കാരണം സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കാനാണ്. ഉടമയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: കാര്യവും കാരണവും ശരി, കാര്യവും കാരണവും തെറ്റ്, കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ശ്രദ്ധിക്കുക, കാര്യം സ്വയം ചിറകരിഞ്ഞ് സ്വതന്ത്രനായതാണ്, അതിൻ്റെ കാരണം സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കാനാണെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം, എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ സ്വന്തം ചിറകരിഞ്ഞ് സ്വതന്ത്രനായ ആളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ സ്വന്തം ചിറകരിഞ്ഞുകൊണ്ട് തനിക്ക് സ്വതന്ത്രനാകാനുള്ള, തനിക്ക് ഉയരത്തിലെത്താനുള്ള ചിറക് സ്വയം അരിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ കാര്യം തെറ്റും കാരണം ശരിയുമാണ്.
കാരണം സമൂഹത്തിൽ സമഭാവന എന്ന സന്ദേശം പ്രചരിപ്പിക്കാനും. പക്ഷെ അത് ചെയ്ത കാര്യം തെറ്റായിപ്പോയി. അപ്പോൾ അങ്ങനെ വരുന്നത് ഏതാണ്? കാരണം ശരിയും കാര്യം തെറ്റും. അപ്പം കാര്യം തെറ്റ് കാരണം ശരി എന്നുള്ള ഓപ്ഷനാണ്, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കോർ 3 ആണ്. ഒരു പേജെങ്കിലും കുറഞ്ഞത്, ഒരു പുറമെങ്കിലും കുറഞ്ഞത് എഴുതാൻ ശ്രമിക്കുക. 3 മാർക്കാണ്. ഇവിടെ നമ്മൾ 3 or 4 വാക്യത്തിൽ എഴുതാൻ പറയും. നിങ്ങളൊരു അരപ്പുറം എങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 5ാമത്തെ ചോദ്യം, ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ. ചിത്രകാരി എന്ന കഥയിൽ ഫിസയുടെ ഭർത്താവിൻ്റെ അമ്മ ഫിസയോട് പറയുന്ന വാക്കുകളാണിത്. കഥാസന്ദർഭം സ്ത്രീ ജീവിത അവസ്ഥകളെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം വിശകലനം ചെയ്യുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. അപ്പോൾ ഈ ചിത്രകാരി എന്ന ഒരു കഥയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം കൃത്യമായി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാ ആശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, ആ ഒരു കഥയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം പോയി കാണുക. തീർച്ചയായും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ ചിത്രകാരി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം ഈ അടിസ്ഥാന പാഠാവലിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. കാരണം ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴും അതിപ്രസക്തമായിട്ടുള്ള ഒരു ആശയമാണ്, സമകാലിക പ്രസക്തിയുള്ള ഒരു ആശയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായും ആ പാഠഭാഗം നല്ലവണ്ണം മനസ്സിലാക്കുക, നല്ലവണ്ണം വായിക്കുക, നല്ലതുപോലെ അതിൻ്റെ ആശയവും ആസ്വാദനവും ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫിസ എന്ന ചിത്രകാരിയുടെ ഭർത്താവിൻ്റെ അമ്മായി അമ്മ അവളോട് പറയുകയാണ് എന്താണ് അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ. അപ്പോൾ അടുപ്പത്തെ പണി എന്നത് സ്ത്രീകൾക്ക് മാത്രം അനുവദിച്ചു കൊടുത്തിട്ടുള്ള, സ്ത്രീകളുടെ മാത്രം അവകാശമായി കൊടുത്തിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഫിസ ജീവിക്കുന്നത് എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിത്രകാരിയായിട്ടും കൂടി അവളുടെ ചിത്രരചനകളെ, അവളുടെ കലയെ അല്ലെങ്കിൽ അവളുടെ കഴിവുകളെ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരാനോ വീട്ടിൽ പോലും അത് അവളുടെ കഴിവുകൾ പുറത്തെടുക്കാനോ ഒന്നും സാധിക്കാത്ത നിസ്സഹായായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫിസ. അപ്പോൾ അവളോട് ഈ ഉമ്മ ഇങ്ങനെ പറയുമ്പോൾ അന്നത്തെ അല്ലെങ്കിൽ അവളുടെ ജീവിതാവസ്ഥയെ തുലനം ചെയ്യുമ്പോൾ അന്നത്തെ സ്ത്രീകളുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? സ്വാതന്ത്ര്യമില്ലായ്മ, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല, സ്വന്തം ആശയങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല, സ്വന്തം ചിന്തകൾക്ക് അവിടെ പ്രാധാന്യമില്ല, ആരും അവളെ എന്ത് ചെയ്യുന്നില്ല, ഒന്നിലും സഹായിക്കുന്നില്ല, അവളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നില്ല, സ്ത്രീ എന്ന പരിഗണന ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ പരിഗണന ലഭിക്കുന്നില്ല. അതുപോലെ പുരുഷ മേധാവിത്വം കൊടികുത്തി വാഴുന്ന ഒരു സമൂഹം, അടുക്കള മാത്രമാണ് സ്ത്രീയുടെ ലോകം എന്ന് നൽകുന്ന കാഴ്ചപ്പാട്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഷയിൽ തീർച്ചയായും വിശകലനം ചെയ്ത് എഴുതുക. അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അക്ഷരത്തെറ്റിനൊക്കെ മാർക്ക് പോകുന്നതാണ്. കാരണം മലയാളം എന്നത് നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അക്ഷരത്തെറ്റ് വരാതിരിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ വാക്കുകൾ ചേർത്ത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ചുകൂടെ നിങ്ങൾ എന്തുണ്ടാവും, ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും വാക്കുകളൊക്കെ പുതിയത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് വേണം ഈ ഒരു കഥാസന്ദർഭത്തെ ഇന്നത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതാവസ്ഥയുമായി തുലനം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറിപ്പ് തയ്യാറാക്കുക. ഇനി 6ാമത്തെ ചോദ്യം, ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു, നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ഈ വാക്യം ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ ആശയങ്ങളെയും സ്വാതന്ത്ര്യത്തെയൊക്കെ ത്യജിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ സമൂഹം ജീവിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു ജീവിത അവസ്ഥയാണ് ചിത്രകാരി എന്ന കഥയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചുറ്റുപാട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിത്രകാരി എന്ന് പറയുന്ന കഥയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകൾ അത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചിത്രകാരിയിലെ ഫിസ ഒരു ചിത്രകാരിയാണ്. അപ്പോൾ പ്രശസ്തയായ ഒരു ചിത്രകാരിയാണ്. ഒരുപാട് കഴിവുകളുള്ള പെൺകുട്ടിയാണ്. കഴിവുകൾ ഉണ്ടായിട്ടും കൂടി ഭർത്താവിൻ്റെ വീട്ടിൽ
തളച്ചിടപ്പെടുന്ന ഒരു കഴിവിൻ്റെ ഉടമ കൂടിയാണ് ഫിസ. അപ്പോൾ ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു, നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണ്? ക്യാൻവാസിലാണ് ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നത്. ഇവിടെ നമ്മൾ ഈ ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തേക്ക് ഉലയുന്നതിനെ ഫിസയുടെ ഉള്ളിലെ ആഗ്രഹങ്ങളായിട്ട് കാണാം, അല്ലെ? അവളുടെ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങളായിട്ട് അവൾ ഇനിയും മുന്നിലേക്ക് വരണം, മുന്നേറണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ അതിയായ മോഹമുണ്ട്. അവളുടെ ആഗ്രഹങ്ങളെ ധ്വനിപ്പിക്കുന്നതായാണ് നമുക്ക് ഈ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അതുപോലെ തന്നെ നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. അവളുടെ സന്തോഷങ്ങൾ, അവളുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ആ ഒരു ക്യാൻവാസിലൂടെയാണ് അവൾ എന്ത് ചെയ്യുന്നത്? പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഫിസയുടെ ആഗ്രഹങ്ങളെ, ഫിസയുടെ സ്വപ്നങ്ങളെ, ഇതൊക്കെയാണ് ക്യാൻവാസിൽ വളർന്ന് പന്തലിക്കുന്ന ഒരു കാട് എന്നത് ഉദ്ദേശിക്കുന്നത്. അവളുടെ അവളുടെ സഫലീകൃതമാകാതെ പോയ ആഗ്രഹങ്ങളെയും നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുമ്പോൾ അതെന്ന് പറയുന്നത് അവളുടെ സ്വപ്നങ്ങളെയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് ഫിസ കരുതുന്ന തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെയാണ് ക്യാൻവാസിൽ നമ്മുടെ ചിത്രകാരിയായിട്ടുള്ള ഫിസ കോറിയിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഏഴാമത്തെ ചോദ്യത്തിന് 2 ഓപ്ഷനാണ്. എ, അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു. ഈ ഒരു കവിത ഞാൻ വായിച്ചപ്പോൾ കുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കവിത വായിക്കാൻ അറിയില്ലെങ്കിൽ വായിക്കരുത് എന്ന്. ഇതൊരു സിനിമാ ഗാനമാണ്. അപ്പൊ സിനിമാ ഗാനത്തിന്റെ ഈണത്തിൽ നമുക്ക് കവിത വായിക്കാൻ കഴിയില്ല. ഞാൻ കവിതയുടെ ഈണത്തിലാണ് അത് വായിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും സിനിമാ ഗാനമാകുന്നതിന് മുൻപ് തന്നെ അതൊരു നാടക ഗാനമായിരുന്നു. അപ്പൊ ആ ഒരു കവിതയുടെ രീതിയിലാണ് ഞാനത് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ. അപ്പൊ ഹൽബിലെ നിലാവ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള 4 വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നായികയുടെ സൗന്ദര്യം ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പൊ ഞാനിത് കൃത്യമായി ഈ ഒരു കവിതയുടെ ആസ്വാദനം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ അർത്ഥവും അതുപോലെ തന്നെ എങ്ങനെയാണ് കവി നായികയുടെ സൗന്ദര്യത്തെ എങ്ങനെയൊക്കെ ആണ് പൂനിലാവിനോടും അതുപോലെ തന്നെ അമ്പിളിമാമനോട് അല്ലെങ്കിൽ ആകാശത്തെ സൗന്ദര്യധാമങ്ങളോടൊക്കെ എങ്ങനെയാണ് നായികയുടെ സൗന്ദര്യത്തെ തുലനം ചെയ്യുന്നത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് ആ ഒരു ആസ്വാദനക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് കണ്ടു നോക്കുക. അപ്പോൾ നായികയുടെ സൗന്ദര്യത്തെ അമ്പിളിമാമൻ വമ്പനായി വന്നപ്പോൾ ഈ അമ്പിളിമാമന് രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും സൗന്ദര്യത്തിന്റെ പ്രതീകമായി കാണുന്നത് എന്തിനെയാണ്? അമ്പിളിമാമനെയാണ്, ചന്ദ്രനെയാണ്, അല്ലേ? അപ്പോൾ ആ പൂർണ്ണചന്ദ്രൻ പോലും ഈ നായികയുടെ അപ്പോൾ വമ്പനായി വരികയാണ്. ഞാനാണ് ഇപ്പോൾ ആകാശത്തിലെ ഏറ്റവും സൗന്ദര്യവാൻ എന്ന രീതിയിൽ അമ്പിളിമാൻ വരുമ്പോൾ അമ്പിളിമാമൻ പോലും എന്ത് ചെയ്യുകയാണ്? നായികയുടെ ഈ സൗന്ദര്യധാമമായിട്ടുള്ള നായികയുടെ സൗന്ദര്യം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണെന്നാണ് കവി പറയുന്നത്. അപ്പൊ അത്രത്തോളം സൗന്ദര്യവതിയാണ് നായിക എന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കവിതയിലെ നായികാ സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നത് ഞാൻ കൃത്യമായി, അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി ആ ഒരു ആസ്വാദനക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കണ്ടു നോക്കുക. ആ രീതിയിൽ നിങ്ങളുടെ എങ്ങനെയാണ് കവി നായികയുടെ സൗന്ദര്യം ഈ വരികളിലൂടെ അല്ലെങ്കിൽ കവിതയിൽ ആവിഷ്കരിച്ചതെന്ന് കൃത്യമായി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബി ആണ്, പക്ഷിശാസ്ത്രകാരൻ നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. പക്ഷിശാസ്ത്രക്കാരന്റെ ഈ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. പക്ഷിശാസ്ത്രക്കാരൻ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സഹായിച്ചവനും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചവനും അതുപോലെ തന്നെ നമ്മളെ വെട്ടിയവനും നമ്മളെ ദ്രോഹിച്ചവനും അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിച്ചവനും ഒരേപോലെ തന്നെ എന്ത് ചെയ്യുക? തണല് നൽകുക അല്ലെങ്കിൽ സഹായിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എന്താണ്, മനസ്സിൽ വൈരാഗ്യമില്ലാതെ മറ്റുള്ളവരെ എല്ലാവരെയും ഒരേപോലെ കാണാൻ
പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമഭാവനയുടെ സന്ദേശം വളർത്തുന്ന വാക്യമാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ്റെ ഈ കാഴ്ചപ്പാട് നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഞാൻ പക്ഷിശാസ്ത്രക്കാരൻ്റെ കഥാപാത്ര നിരൂപണം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷിശാസ്ത്രക്കാരൻ എപ്പോഴും സമഭാവനയുടെ സന്ദേശം വിതറുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിച്ചവരെ, നമ്മളെ സഹായിച്ചവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ? തിരിച്ച് സഹായിക്കുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ ദ്രോഹിച്ചവരെയും അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടാത്തവരെയും നമ്മളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരെയും പോലും നമ്മൾ സഹായിക്കണമെന്നാണ് അല്ലെങ്കിൽ സ്നേഹിക്കണമെന്നാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അഭിപ്രായം എഴുതാൻ പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രം കോട്ട് ചെയ്ത് എഴുതരുത്. നിങ്ങളുടെയും കൂടെ അഭിപ്രായം അതിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രമിക്കുക. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇവിടെ അരപ്പുറം എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പേജ് 1.25 പേജെങ്കിലും എഴുതാൻ, 1.25 പേജല്ല 1.25 പുറം വശങ്ങൾ എഴുതാനെങ്കിലും ശ്രമിക്കുക. 5 മാർക്കാണ്. അതുകൊണ്ട് എഴുതുന്നതിലെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായി 5 മാർക്കിനുള്ള ഒരു 1.5 പുറം എഴുതാനെങ്കിലും ശ്രമിക്കുക. അങ്ങനെ 4 മാർക്കിന് 5 മാർക്ക്, 4 ക്വസ്റ്റ്യൻ 5 മാർക്ക് വീതം 20 മാർക്കാണ് ഈ ഒരു ഭാഗത്ത്. 8ാമത്തെ ചോദ്യം, ഉടമ. ചുവന്ന പൂക്കൾ വെളുക്കുന്നു, എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ. കൂട്ടരെ, എനിക്കെൻ്റെ സ്വർണ്ണ ചിറക് തരൂ, നമുക്ക് പറക്കാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ചുവന്ന പൂക്കൾ, വെളുത്ത പൂക്കൾ, സ്വർണ്ണച്ചിറക് എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങൾ നാടകത്തിന്റെ പ്രമേയവുമായി ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യുക. അപ്പോൾ ഇവിടെ പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന ആ ഒരു നാടകത്തിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പക്ഷിശാസ്ത്രക്കാരനാണ് ഇത് പറയുന്നത്. അപ്പോൾ കിളികളോടാണ് പറയുന്നത്, മറ്റ് പക്ഷികളോടാണ് പറയുന്നത്. ചുവന്ന പൂക്കൾ, വെളുത്ത പൂക്കൾ എന്നുള്ള വാക്കുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചുവന്ന പൂക്കൾ എന്ന രക്തത്തെയും വെളുത്ത പൂക്കൾ, പളുങ്കുപോലെ വെളുത്ത പൂക്കൾ എന്നത് ഈ പക്ഷിശാസ്ത്രക്കാരൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്കെൻ്റെ സ്വർണ്ണ ചിറക് തരൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹം പറന്നുയരാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ ചുവന്ന പൂക്കൾ, വെളുത്ത പൂക്കൾ, സ്വർണ്ണച്ചിറക് എന്നീ പ്രയോഗങ്ങളെ അർത്ഥതലങ്ങൾ നാടകത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം. നാടകത്തിലെ പ്രമേയം എന്താണ്? ഇവിടെ ഈ പാടത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഒരു പക്ഷിയായിരുന്നു. അപ്പോൾ പക്ഷി എന്ത് ചെയ്യുകയാണ്? സ്വന്തം ചിറകരിഞ്ഞുകൊണ്ട് സ്വതന്ത്രനാകുകയാണ്. അപ്പോൾ അതൊരു ധനമോഹിയായ അല്ലെങ്കിൽ ലാഭക്കൊതിയനായ ഒരു വ്യക്തിയായി മാറുകയും തൻ്റെ പാടത്ത് തിനകൾ തിന്നാൻ വന്ന പക്ഷികളെല്ലാം കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു ധനമോഹി ആയിട്ടുള്ള ഒരു വ്യക്തി. അതിന് നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമുള്ള ആളാണ് ആര്? പക്ഷിശാസ്ത്രക്കാരൻ. കാരണം ഒട്ടും ധനമോഹിയല്ല, സ്വാർത്ഥനല്ല, അങ്ങനെ സമഭാവനയുടെ സന്ദേശം വിതറുന്ന ഒരു കഥാപാത്രമാണ് പക്ഷിശാസ്ത്രക്കാരൻ. അപ്പോൾ അതിൽ പക്ഷിശാസ്ത്രക്കാരൻ്റെ ശരീരം ഇവിടെ വെളുത്ത പൂക്കളോടാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നിന്ന് പൊടിയുന്ന ചോരയുടെ നിറത്തെയാണ് ഇവിടെ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ സ്വർണ്ണച്ചിറകിനോട് ഉപമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി നാടകത്തിൻ്റെ ആശയവും വിശകലനം ചെയ്ത് വേണം നിങ്ങളിവിടെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇവിടെ ചേർക്കാൻ ശ്രമിക്കുക. ഇനി 9ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയ ഗദ്യഭാഗം വായിച്ച് ആശയം 3-1 ചുരുക്കി എഴുതുക. ഇത് ഇച്ചിരി വലിയൊരു ഗദ്യഭാഗമാണ്. അപ്പം നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? 3-1 ചുരുക്കി എഴുതണം. നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൾ ഇത് ചുരുക്കി എഴുതുക. മലയാളത്തിലെ ഏറ്റവും സജീവമായ സാഹിത്യ വിഭാഗമാണ് ചെറുകഥ. ഏതാണ്ട് 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള മലയാള ചെറുകഥയുടെ ആദ്യ മാതൃകയാണ് വാസനാ വികൃതി. ചെറുകഥ എന്ന സാഹിത്യ രൂപത്തെക്കുറിച്ച് പിൽക്കാലത്ത് വികസിച്ചു വന്ന സങ്കല്പങ്ങൾക്കും ധാരണകൾക്കുമുള്ള ആദ്യ ചുവടുവയ്പ് എന്ന നിലയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഈ ചെറുകഥയ്ക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. പാശ്ചാത്യ സാഹിത്യത്തിന്റെ സമ്പർക്ക ഫലമായാണല്ലോ മലയാളത്തിൽ പുതുതെന്ന് പറയാവുന്ന പല സാഹിത്യ രൂപങ്ങളും ഉണ്ടായത്. 19ാം നൂറ്റാണ്ട് മലയാളത്തിന്റെ അക്ഷരലോകത്തിൽ ചെറുതല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കി. പരമ്പരാഗതമായ ക്ലാസിക് സാഹിത്യ ബോധത്തിൽ മാറ്റത്തിന്റെ കാറ്റും വെളിച്ചവും കടത്തിവിട്ടത് ഇക്കാലത്താണ്. സാഹിത്യ ചിന്തയിലെ
നവോത്ഥാന കാലം എന്ന് പറയാം. മറ്റു പല സാഹിത്യ രൂപങ്ങളും എന്ന പോലെ ഗദ്യത്തിലും പുതുമകൾ ഉണ്ടായ കാലം. ചെറുകഥ എന്ന നവീന സാഹിത്യ ശാഖ മലയാളത്തിൽ ചുവട് ഉറപ്പിക്കാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിലാണ്. ചെറുകഥയുടെ പ്രാരംഭകരെന്ന നിലയിൽ കേസരി, നായനാർ ഉൾപ്പെടെയുള്ള ആദ്യകാല കഥാകൃത്തുക്കൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗദ്യഭാഗത്ത് എന്താണ്, വാസനാവികൃതി എന്ന മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചും അതിൻ്റെ എഴുത്തുകാരനായ വേങ്ങേൽ കുഞ്ഞിരാമൻ നായരെക്കുറിച്ചും അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ ലോക സാഹിത്യത്തിൽ ഉണ്ടായ നവോത്ഥാനം എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ വന്നതെന്നും അതെങ്ങനെയാണ് ചെറുകഥകളെ ബാധിച്ചതെന്നും പിന്നീട് ചെറുകഥയുടെ നവോത്ഥാനം 19-ാം നൂറ്റാണ്ട് അന്ത്യപാദങ്ങളിൽ മലയാളത്തിൽ ഉണ്ടായി എന്നും അതിൻ്റെ പ്രാരംഭകരെന്ന നിലയിൽ കേസരി, നായനാർ തുടങ്ങിയ ആദ്യകാല കഥാകൃത്തുകളെക്കുറിച്ചും ഒക്കെ അവർ നൽകിയ പരിഗണനയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഗദ്യഭാഗത്ത് പറയുന്നത്. ഇതൊന്നുമില്ല, നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായത്? പ്രധാന പോയിന്റുകളൊന്നും ഇങ്ങനെ ചുരുക്കാൻ പറയുമ്പോൾ നിങ്ങൾ മുഴുവൻ ചുരുക്കി വെക്കരുത്. ഇതിൽ പ്രധാന പോയിന്റുകൾ എന്ത് ചെയ്യുക, അത് അവിടെ ഉണ്ടായിരിക്കണം. കാരണം ആരെയൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ആരെയൊക്കെയാണോ പരാമർശിച്ചിട്ടുള്ളത്, ഏതൊക്കെ കൃതികളാണോ പരാമർശിച്ചിട്ടുള്ളത്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ കൃത്യമായി വരണം. പക്ഷെ ഇത്രയും നീട്ടി എഴുതാൻ പാടില്ല. ഇതിലിപ്പം ഒരു 15 സെന്റൻസ് ഉണ്ടെങ്കിൽ അതൊരു 8 സെന്റൻസ് അല്ലെങ്കിൽ 7 സെന്റൻസായി 3-1 ചുരുക്കാന്ന്. ഒരു 7 സെന്റൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് ചുരുക്കി നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതുക. പക്ഷെ എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും വെട്ടിക്കുറയ്ക്കാനല്ല, നിങ്ങളുടെ ഭാഷയിൽ എഴുതുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സും കൃത്യമായി അതിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഇനി 10ാമത്തെ ചോദ്യം, കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത്, അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും, ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രക്കാരൻ, അയ്യോ വേണ്ട എൻ്റെ പൊന്നും കുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. ഉടമ, പക്ഷിശാസ്ത്രക്കാരന്റെ നേർക്ക് അമ്പയക്കുന്നു. പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എയ്തതിനു ശേഷം അങ്ങനെ പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും. പക്ഷിക്കുഞ്ഞിന്റെ മരണം. തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് പക്ഷിശാസ്ത്രക്കാരന്റെയും ഉടമയുടെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇവിടെ കിളികൾ നമുക്കറിയാം, പക്ഷിശാസ്ത്രക്കാരൻ, ഈ ഒരു കഥയിൽ പക്ഷിശാസ്ത്രക്കാരൻ സമഭാവനയുടെ നിസ്വാർത്ഥതയുടെ പ്രതീകമാണ്. നേരെ വിപരീതമായി പാടത്തിന്റെ ഉടമ സ്വാർത്ഥതയുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ധനമോഹത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ കിളികൾ പറയുകയാണ്, എല്ലാവരും കൂടി ഓരോ കൊത്തു കൊടുത്ത് അയാളെ രക്തം വാർന്ന പാടത്തിനൊത്ത നടുവിൽ അയാൾ മരിച്ചു വീഴും എന്ന് ആരെയാണ് പറയുന്നത്? പാടത്തിന് ഉടമയെ കൊത്താമെന്നാണ് കിളികൾ പറയുന്നത്. പക്ഷെ അതിന് മറുപടിയായി പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് എന്താണ്? അയ്യോ വേണ്ട എൻ്റെ പൊന്നും കുടങ്ങളെ, അയാളെ കൊത്തണ്ട, അയാളുടെ രക്തം കൊണ്ട് ഈ ഭൂമി നനയ്ക്കണ്ട എന്നാണ്. പക്ഷെ പാടത്തിന് ഉടമ തിരിച്ചെന്താണ് പറയുന്നത്? പക്ഷിശാസ്ത്രക്കാരന് നേരെ ഇങ്ങനെ പറഞ്ഞ, തന്നെ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞ പക്ഷിശാസ്ത്രക്കാരന് നേരെ അമ്പയക്കുകയാണ്. അങ്ങനെ പല അമ്പുകൾ ആവനായിൽ നിന്ന് എടുത്തതിന് ശേഷം അയാൾ പിടഞ്ഞ് മരിക്കട്ടെ, എൻ്റെ ഗുരുവാണ് എങ്കിൽ പോലെ അയാൾ പിടഞ്ഞു മരിക്കട്ടെ എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ കരുതുന്നത്. അപ്പൊ ഈ പക്ഷിശാസ്ത്രക്കാരനെ തീർച്ചയായും നമുക്ക് എന്തെന്ന് പറയാം, ഇന്നത്തെ കാലത്ത് പോലും സ്വാർത്ഥതയുടെയും അതുപോലെ തന്നെ ക്രൂരതയുടെയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൻ്റെയൊക്കെ പ്രതീകമായി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് ഈ പക്ഷിശാസ്ത്രക്കാരനോട് ഉപമിക്കാം. അതുപോലെ തന്നെ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും, വളരെ വിരളമായിട്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന നിസ്വാർത്ഥതയുടെ ഒക്കെ അധികാരമോഹമില്ലാത്ത അല്ലെങ്കിൽ ധനമോഹമില്ലാത്ത മനുഷ്യരുടെ പ്രതീകമായിട്ട് ആരെ പറയാം? പക്ഷിശാസ്ത്രക്കാരനെ പറയാം. അപ്പൊ ഇവർ രണ്ടുപേരുടെയും മനോഭാവങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്യുക. അപ്പൊ രണ്ടുപേരുടെയും, പക്ഷിശാസ്ത്രക്കാരന്റെ ആയിക്കൊള്ളട്ടെ പാടത്തിനുടമയുടെ ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും കഥാപാത്ര നിരൂപണം ഞാൻ കൃത്യമായി ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ കയറി നോക്കുക, 10ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ മാത്രം അതിൽ പോയി കാണുക. ആവശ്യമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, അത് കണ്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി കൂടുതൽ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പോയി കാണുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സന്ദർഭം വെച്ചിട്ട് പക്ഷിശാസ്ത്രക്കാരൻ്റെയും ഉടമയുടെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്യണം, പരസ്പരം താരതമ്യം ചെയ്യണം. ഒരാൾക്കില്ലാത്ത സ്വഭാവം മറ്റൊരാൾക്കുണ്ട്.
അപ്പോൾ അത് താരതമ്യം ചെയ്താണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ ആണ്. എയും ബി 2 പാർട്ട് ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് വേണം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ ഖൽബിലെ നിലാവ്. വരികൾ വിശകലനം ചെയ്ത് അർത്ഥസൂചനകൾ കണ്ടെത്തുക. അപ്പോൾ പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ കവിതയിൽ പറഞ്ഞിരുന്നു? നായികയുടെ സങ്കല്പത്തെക്കുറിച്ചാണ്. ഭൂമിയിലെ ബാക്കിയുള്ള എല്ലാ സൗന്ദര്യധാമങ്ങളെയും മറികടക്കുന്ന സൗന്ദര്യമാണ് തൻ്റെ നായികയ്ക്കുള്ളത് എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ പൂക്കളിൽ പൂറാണിയായി, പൂവിൻ്റെ റാണിയായി പൂത്തു നിൽക്കുന്നോളെയാണ് കവി സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഈ അർത്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കവിതയുടെ മൊത്തത്തിലുള്ള അർത്ഥവും അത് തന്നെയാണ്. നായികയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്നതാണ് കവിത. അപ്പോൾ കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതിൽ നിന്ന് ഈ വരികളുടെ അർത്ഥം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. നായികയെ എത്രത്തോളം, അവളുടെ സൗന്ദര്യത്തെ എത്രത്തോളം പ്രകീർത്തിക്കാമോ അത്രത്തോളം പ്രകീർത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഭാഗ്യ സൗന്ദര്യത്തെ എത്രത്തോളം പ്രകീർത്തിക്കാമോ അത്രത്തോളം പ്രകീർത്തിച്ചുകൊണ്ടാണ് കവി ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആശയം അല്ലെങ്കിൽ ആസ്വാദനം കണ്ടിട്ട് വരിക. എന്നിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ ശ്രമിക്കുക. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അർത്ഥസൂചനകൾ. അപ്പോൾ നായികയുടെ ബാഹ്യ സൗന്ദര്യത്തെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ചിത്രകാരി. കഥകൾ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്. സന്ദർഭ വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിത്രകാരി എന്ന കഥ എന്തിനെ കുറിച്ചുള്ള കഥയാണ്? തൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളെ ഒക്കെ ബലി കഴിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പറക്കാൻ കഴിയാത്ത, തനിക്ക് എത്ര കഴിവുണ്ടെങ്കിലും അതിനൊത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതാവസ്ഥയാണ് ഈ ഒരു കഥയിൽ കഥാകാരി എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അവളൊരു നായിക, ഒരു ചിത്രകാരിയാണ്. പക്ഷേ ആ ദൈവം തൊട്ട കൈവിരലിൽ അത്രയും കഴിവുള്ള അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവൾ വരച്ച ഒരു ചിത്രം അപൂർണമായിരിക്കുകയാണ്. ആ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റിപ്പിടിച്ച് അവളുടെ കൈവിരലിൽ നിൽക്കുകയാണ്. അവൾ വരച്ച ആ ചിത്രം പൂർത്തീകരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിൽ ഇല്ല. അപ്പോൾ അവൾ കരയുന്നില്ല, പക്ഷെ അവളുടെ ഉള്ളിൽ നിശബ്ദമായൊരു കരച്ചിലുണ്ട്. അവൾ അതോടുകൂടി എന്ത് ചെയ്യുകയാണ്? കൈ കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ജീവിതാനുഭവങ്ങളുടെ കഥകൾ എപ്പോഴും ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും അതിനോട് ശരിയെന്ന് പറയേണ്ടി വരും. കാരണം എപ്പോഴും കഥകൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളാണ്. കാരണം നമ്മൾ കേൾക്കാത്ത കഥകളൊക്കെയാണ് നമ്മൾക്ക് കെട്ടുകഥകൾ. നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ അനുഭവ പാഠങ്ങളായിട്ട് അത് മാറും. അപ്പോൾ ഇതുപോലെയുള്ള ജീവിതാവസ്ഥകൾ തരണം ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീ ജന്മങ്ങൾ ഇപ്പോൾ കൂടിയും ഇത്രയും നമ്മൾ വികസിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്ത്രീകൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കഥകൾ എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും പലപ്പോഴും കഥകൾ. അപ്പോൾ നമുക്ക് തീർച്ചയായും പറയാം, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ജീവിതാവസ്ഥകളെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കഥാകാരി ചിത്രകാരി എന്ന കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് സ്ത്രീ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം, ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലപ്പെടുമ്പോൾ അവൾ അനുഭവിക്കുന്ന ആ ഒരു വീർപ്പ് മുട്ടൽ, തൻ്റെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയാതെ അവൾ ഒറ്റയ്ക്കായി പോകുന്ന അവളുടെ ആ ഒരു ഒറ്റപ്പെടൽ, നിസ്സഹായായി പോകുന്ന ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥ, ആരും പരിഗണിക്കപ്പെടാനില്ലാത്ത ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥ, ഇതിൻ്റെയൊക്കെ കാഠിന്യം അതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു പ്രസ്താവനയോട്, അതായത് കഥകൾ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആണെന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു
പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വിശകലനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും കാണുക. അതോടൊപ്പം തന്നെ ഈ കഥാകാരി എന്ന ഈ ഒരു കഥയുടെ, ചിത്രകാരി എന്ന ഈ കഥയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം ചെയ്തിട്ടുണ്ട്, അതും കാണുക. തീർച്ചയായും ആശയങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ കൃത്യമായി വേണം. കാരണം എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയുള്ളൂ. വെറുതെ ചോദ്യോത്തരങ്ങൾ മാത്രം എഴുതി പോകാതിരിക്കുക. ചോദ്യോത്തരങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല. പകരം ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ എഴുതാവുന്നേ ഉള്ളൂ. പക്ഷെ ചോദ്യോത്തരങ്ങളിൽ നിന്നാവില്ല നിങ്ങൾക്ക് ചോദ്യം വരിക. പകരം നിങ്ങൾ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആസ്വാദനം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയും. ഇനി താഴെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കാണ് ഇതിനുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, 7 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 12ാമത്തെ ചോദ്യം A അല്ലെങ്കിൽ B ആണ്. ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും. അവളുടെ ഉപ്പ പറഞ്ഞു. ഇത് ആരുടെ ഉപ്പ പറയുന്നതാണ്? ഫിസയുടെ ഉപ്പ പറയുന്നതാണ്. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. അപ്പോൾ ചിത്രകാരി എന്ന് പറയുന്ന കഥയിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങളാണിത്. സൂചനകളും കഥയിലെ മറ്റ് സന്ദർഭങ്ങളിലും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പൊ നിങ്ങൾ കഥ കൃത്യമായിട്ട് എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി വായിച്ചിരിക്കണം. അതിന്റെ ആശയം ഞാൻ എല്ലാ പാഠഭാഗത്തിന്റെയും ഈ ടൈം വരെയുള്ള എല്ലാ പാഠഭാഗത്തിന്റെയും ആശയം അല്ലെങ്കിൽ ആസ്വാദനം ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഫിസ എന്ന കഥാപാത്രത്തിന്റെയും ഫിസയുടെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ ഫിസയുടെ ഭർത്തൃമാതാവിൻ്റെയും ഒക്കെ കഥാപാത്ര നിരൂപണം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ഫിസ എന്ന കഥാപാത്ര നിരൂപണം ഞാൻ കൃത്യമായിട്ടിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അല്ലാതെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ടിട്ട് വേണം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് ഫിസയുടേത്, അതുപോലെ തന്നെ ഫിസയുടെ ഭർത്താവിൻ്റെതും. അപ്പോൾ നിങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്. കിളികൾ. വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. പക്ഷിശാസ്ത്രകാരൻ. അതെ, വാരിക്കൂട്ടാൻ മറന്നു പോയവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ. പക്ഷിശാസ്ത്രജ്ഞൻ. പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ. മിന്നിമിനുങ്ങും ഹൃദയത്തിൻ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. സ്നേഹവും സാഹോദര്യവുമാണ് ലോകത്തെ സമാധാനപൂർണവും സുന്ദരവുമാക്കുന്നത്. പാഠസന്ദർഭങ്ങളും പ്രസ്താവനയും വിശകലനം ചെയ്ത് ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പം ഇവിടെ നമ്മൾ വിശപ്പിനൊന്നും കരുതിയില്ലല്ലോ എന്ന് കിളികൾ പറയുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ്. അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ പറയുകയാണ്, പെരുവഴി ഇരുളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ച് മുന്നേറിയ നമുക്ക് ഇരുട്ടിനെ പോലും ത്യജിക്കാൻ പറ്റും. മിന്നാമിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. മിന്നാമിനുങ്ങിന് പോലും ഒരു വെളിച്ചത്തിന്റെ പ്രതീകമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്നേഹവും സാഹോദര്യവുമാണ് ലോകത്തെ സമാധാനപൂർണവും സുന്ദരവുമാക്കുന്നത്. തീർച്ചയായും അല്ലേ? അപ്പോൾ ഈ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ മനസ്സിൽ ഈ ഒരു പാഠത്തിനുടമ എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെയും ധനമോഹത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. അപ്പോൾ അവസാനം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലായി. അദ്ദേഹം ജീവൻ ഇല്ലാണ്ടായി പോവുകയാണ്. അല്ല അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള, അദ്ദേഹം മരിക്കുന്നില്ല എങ്കിലും മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലെ ആ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ആ ഒരു ഞാനെന്ന ഭാവം ഇല്ലാതെ, അകംഭാവം ഇല്ലാതായി മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഇതും. അപ്പൊ ഇതിന്റെ ആശയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം വരെ മനുഷ്യന്റെ അസൂയയും ധനമോഹവും അതുപോലെ തന്നെ സ്വാർത്ഥതയും ഒക്കെ നിലനിൽക്കും. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരു കഥ തന്നെയാണിത്, ഒരു നാടകം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതില് ശാസ്ത്രകാരൻ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രജ്ഞൻ എന്നീ കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സമഭാവനയുടെ അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ആശയങ്ങള് പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഒരു ഭാഗം പാഠത്തിനുടമ സ്വാർത്ഥതയുടെയും ധനമോഹത്തിന്റെയും ദുർലാഭത്തിന്റെയും ഒക്കെ ഒരു ആശയത്തെ കാഴ്ചവെക്കുമ്പോൾ മറുഭാഗം നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ദയയുടെയും ഒക്കെ സാഹോദര്യത്തിന്റെയും ഒക്കെ
ആശയങ്ങൾ വെളിവാക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ വേണം. എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹവും സാഹോദര്യവും മാത്രമാണ് ലോകത്തെ സമാധാനപൂർണ്ണമാക്കുന്നത്. ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കി കഴിഞ്ഞാൽ, എല്ലാവരും തുല്യരാണെന്നുള്ള സമഭാവന വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു സമൂഹത്തിന്റെ, ഈ ഒരു ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാകും. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അസ്വാതന്ത്ര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാകുക തന്നെ ചെയ്യും. യുദ്ധങ്ങളെ പോലും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാഠഭാഗങ്ങളും വായിച്ച്, അപ്പൊ ഈ ഒരു പാഠഭാഗത്തിന്റെ, ഈ ഒരു നാടകത്തിന്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം കൃത്യമായി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായത് കണ്ടിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗങ്ങളും ഈ പ്രസ്താവനയും ഒക്കെ വിശകലനം ചെയ്ത് ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നും പ്രഭാഷണവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഹെഡിങ് കൊടുക്കേണ്ടത്, തലക്കെട്ട് കൊടുക്കേണ്ടത് ഒന്നിച്ചൊന്നായി മുന്നേറാം എന്നതാണ്. അപ്പോൾ ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന ഒരു തലക്കെട്ട് തന്നെ എന്തിൻ്റെ സൂചനയാണ്? എന്തിനെ പ്രകീർത്തിക്കുന്നതാണ്? നമ്മൾ ഒന്നാണ്, സമഭാവനയുടെ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി അതിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വളരെ എഫേർട്ട് ഇട്ടിട്ടാണ്, കുറച്ച് സമയത്തിനുള്ളിലാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകാർക്ക് ഉപകാരപ്പെടുന്ന പലതരത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ഞാൻ സ്വയം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ചാനൽ നിങ്ങൾ തഴയരുത്, നിങ്ങൾ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനും ഈ ഒരു ചാനലിൽ ഒരു അപ്ഗ്രേഷൻ ഉണ്ടാകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും, പ്രത്യേകിച്ച് മലയാളത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി.